നമ്മൾ നോക്കാൻ പോണത് കംപ്ലീഷൻ ഓഫ് സീരീസ്, ഫിഗർ സീരീസ്. അതായത് ഇപ്പോൾ ഒരു 3 ഫിഗർ തന്നിട്ട് അടുത്ത ഫിഗർ ഏതാന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. അതായത് കുറച്ച് ആംഗിൾസും കാര്യങ്ങളും. അപ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ടെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ട്. ഓക്കെ, ഈ ഫിഗറിൽ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇത് എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. ഇതും 90 ഡിഗ്രി, ഇതും 90, ഇതും 90 അല്ലേ? ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ ഇത് കൂടെ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് എത്രയാണ് വരിക? ഇത് മൊത്തം 90 ഇത് എത്ര വരും? 45, ഇത് 45, ഇത് 45, ഓരോ 45 വരും അല്ലേ? ഇനി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇങ്ങനെയാണ് പോവുക ക്ലോക്കിൽ. അതായത് ഒരു മണി, 2 മണി, 3 മണി ഇങ്ങനെയല്ലേ പോവുക. ഓക്കെ, ഇതാണ് ക്ലോക്ക് വൈസ്. ആൻറ്റി ക്ലോക്ക് വൈസ് പറഞ്ഞാലോ ഇങ്ങനെ തിരിച്ചു വരിക. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ? ഓക്കെ, ഇനി കണ്ടോ, സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് തരുന്നുണ്ട്. അതായത് ഇപ്പോൾ നോക്ക്, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് ഇപ്പോൾ എ എന്നുള്ള പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. എ എന്നുള്ള പോയിന്റിൽ നിന്ന് അടുത്ത അയാൾ ബിക്ക് എത്തുക എന്ന് വിചാരിച്ചു. ബിക്ക് എത്തണമെങ്കിൽ എത്ര പോയി? അയാൾ 45 ഡിഗ്രി പോയി. ഓക്കെ, ആദ്യം എയിലിരിക്കുന്ന ഒരാൾ സിയിലെത്തിയാൽ എത്ര പോയി? ഇത് 90 ഡിഗ്രി പോയി. ഓക്കെ, ആദ്യം എയിലിരിക്കുന്ന ഒരാൾ ഡിയിലെത്തിയാൽ എത്ര ആൾ സഞ്ചരിച്ചിട്ടുണ്ടാവും? ഇവിടെ 45, ഇവിടെ 45, അപ്പോൾ 90, 90, 45, 135. ഓക്കെ, അതാണ് അറിയാലോ എത്രയാന്നുള്ളത്. അങ്ങനെ കംപ്ലീറ്റ് എത്രയാവും? 360 ഡിഗ്രി ആവും. അതായത് ഒരു പോയിന്റിന് ചുറ്റും എത്ര ആംഗിൾ ഉണ്ട്? 360 ഡിഗ്രി ഉണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഓരോന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. ഫസ്റ്റ് ഇതാണ് പിക്ചർ തന്നിട്ടുള്ളത്. ഓക്കെ, ഇതിന് അടുത്തത് ഏത് ഫിഗറാണ് വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അടുത്തത് ഏത് ഫിഗറാണ് വരിക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യത്തെ ഫിഗർ ഓക്കെ, ഫസ്റ്റത്തേൽ ഇതെവിടെ വരുന്നത്? ഇവിടെയാണ് വരുന്നത് അല്ലേ? ഇവിടെയാണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റത്തേൽ എവിടെയാണ് വരുന്നത്? അവിടെയാണ് വരുന്നത് അല്ലേ? ഇവിടെയാണ് വരുന്നത്. ഓക്കെ, ഇതിൽ ഇവിടെയാണ് വരുന്നത്. നോക്ക്, അടുത്ത ഫിഗർ ആയപ്പോൾ അത് എവിടെ എത്തി? ഇവിടെ നിൽക്കുന്ന ഈ ഒരു പോയിന്റ് ഇവിടെ എത്തി അല്ലേ? അതായത് ഇവിടെ എത്തി. നോക്ക്, ഇവിടെ നിൽക്കുന്ന പോയിന്റ് ഇവിടെ എത്തി. ഇവിടെ എത്തി എന്ന് പറഞ്ഞാൽ എത്ര സഞ്ചരിച്ചു അത്? നോക്ക്, ഇവിടെ 45 ഡിഗ്രി പോയി, ഇവിടെ 45 ഡിഗ്രി പോയി. അപ്പോൾ എത്ര ആദ്യം സഞ്ചരിച്ചു? എത്ര സഞ്ചരിച്ചു? 90 ഡിഗ്രി അല്ലേ? 90 ഡിഗ്രി. നോക്ക്, 90 ഡിഗ്രി പോയി ഇവിടെ എത്തി. ഓക്കെ, 90 ഡിഗ്രി പോയി അവിടെ എത്തി. ഇനി നോക്ക്, അടുത്ത ചിത്രത്തിൽ എത്ര വരണത്? അപ്പോൾ ഈ ഭാഗത്തേക്കാണ് പോണത്. അതായത് എന്താണ്? ക്ലോക്ക് വേസിലാണ് പോണത്. ഇവിടെ എത്തി അല്ലേ? ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ ഇവിടെ നിൽക്കുന്ന ആൾ എവിടെ എത്തി? ഇവിടെ എത്തി. അതായത് ഇവിടെ നിൽക്കുന്ന ആൾ ഇവിടെ എത്തി. അപ്പോൾ എത്ര ദൂരം പോയി? ആദ്യം 90 ഡിഗ്രി പോയി. ഇവിടെ എത്ര പോയി? 45 പോയി, 45. അപ്പോൾ 90, 90, 45, 135 ഡിഗ്രി പോയി അല്ലേ? അപ്പോൾ ആദ്യത്തേൽ എത്ര പോയി? 90 ഡിഗ്രി പോയി. പിന്നെ 90 കൂടെ 45 കൂടെ 135 ഡിഗ്രി പോയി. ഓക്കെ, ഇവിടെ എത്തി. ഇനി ഇവിടെ നിന്ന് ഇവിടെ എത്തണം അല്ലേ? ഇവിടെ എത്തണം. അപ്പോൾ ഇവിടെ എത്തുക എന്ന് പറയുമ്പോൾ ഇവിടെ നിൽക്കുന്ന പോയിന്റ് എവിടെ എത്തി? ഇവിടെ എത്തുക ചെയ്തത്. ഈ പിക്ചറിലേക്ക് നോക്കട്ടെ, ഇവിടെ എത്തുക ചെയ്തത്. അപ്പോൾ എത്ര പോയി? 45 പോയി, 90 പോയി, 135 പോയി, പിന്നെ എത്ര പോയി? ഒരു 45 കൂടെ പോയി. ഇതിൻ്റെ കൂടെ 45 കൂടെ കൂട്ടപ്പോൾ 180 ഡിഗ്രി കറങ്ങി ഇവിടെ എത്തി. ഓക്കെ, അപ്പം ഇനി എത്ര കറങ്ങണ്ട? 150 കൂടെ എത്രയും കൂടെ കൂട്ടേണ്ടി വരും അടുത്തത് കിട്ടണമെങ്കിൽ. 180ഉം 45ഉം എത്ര കിട്ടും? 225 അല്ലേ? അപ്പം നമുക്ക് നോക്കാം. ഇപ്പം നിൽക്കുന്നത് എവിടെയാണ്? ഇവിടെയാണ്. അപ്പോൾ 225 പോകേണ്ടി വരും. അപ്പോൾ ആദ്യം 45 പോയി, പിന്നെ 45 പോയി, അതായത് 90 ഇവിടെ എത്രയായി? 135, 180, 180ഉം പിന്നെ 45 കൂടെ പോകുമ്പോൾ എത്രയാവും? 225. ഇവിടെയാണ് നിൽക്കുന്നത് അല്ലേ? ഇവിടെയാണ്. ഇനി അടുത്ത എത്ര പോകേണ്ടി വരും? 225 കൂടെ 45ഉം കൂടെ കൂട്ടേണ്ടി വരും അല്ലേ? അപ്പോൾ എത്ര കിട്ടുക? എത്ര കിട്ടും? 270 അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിൽക്കുന്നു കേട്ടോ. ആദ്യം 45 പോയി, പിന്നെ 90 പോയി, 135 പോയി, 180 പോയി, പിന്നെ എത്ര പോയത്? 225 പോയി, പിന്നെ 225 ഒരു 5, 205, ഒരു 45 കൂടെ. അപ്പോൾ ഇവിടെയാണ് അല്ലേ നിൽക്കുന്നത്. അപ്പോൾ നോക്ക്, കിട്ടുന്ന ഫിഗറിൽ പോയിന്റ് എവിടെ വരണം? ഇവിടെ വരണം. നോക്ക്, ഇവിടെ വരുന്ന ഫിഗർ ഏതാ അതിലുള്ളത്? ഈ വരയിൽ വരുന്നത് ഇതാണല്ലേ? അപ്പോൾ ഈ ആണ് ഓപ്ഷൻ. കണ്ടോ? ഈ ആണ് ഓപ്ഷൻ. ഓക്കെ,
ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നോക്ക്. ഫസ്റ്റത്തേൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത്? അതായത് നമ്മൾ നോക്കണം കേട്ടോ. ആദ്യം ചതുരായിരുന്നു. ആദ്യം എന്താണ്? ആദ്യം ചതുരാണല്ലേ ചുറ്റോറുള്ളത്. രണ്ടാമത്തത് എന്താവും? ഇങ്ങനെയാവും പുറത്തുള്ള ചിത്രം കേട്ടോ. പിന്നെ ചതുരാവും, പിന്നെ ഇങ്ങനെയുള്ള ചിത്രമാവും, പിന്നെ ചതുരാവും. ആ ഒരു രൂപത്തിലാണ് പോണത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ അടുത്തതിൽ എന്താ വരിക? അടുത്തതിൽ ഇങ്ങനെ ചതുരാകുമ്പോൾ പുറത്തത്തെ ഫിഗർ എങ്ങനെയാണ് വരിക? ഇങ്ങനെയാണ് വരിക. അപ്പോൾ അത് ക്ലിയർ ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ ഏതൊക്കെ ഉണ്ട്? ഇതും 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 വെട്ടിക്കളയാം. ഓക്കെ, ബിയോ ഡിയോ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ചുറ്റുള്ളത് ഈ ഒരു ചിത്രമാണെന്ന് മനസ്സിലായി. ഇനി ഉള്ളത്തെ നമുക്ക് നോക്കാം കേട്ടോ. ഉള്ളത്തെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നോക്ക്. ഫസ്റ്റ് എങ്ങനെയാണ് നിൽക്കുന്നത്? ഈ ഒരു ഷേപ്പിലാണ് നിൽക്കുന്നത് അല്ലേ? അതായത് ഇങ്ങനെയാണ് നിൽക്കുന്നത് ഈ ഫിഗർ. ആദ്യം എയിൽ ഫസ്റ്റ് ആകുമ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഫസ്റ്റ്. ഇനി രണ്ടാമത്തേൽ എങ്ങനെയാണ് വരണത്? ഇങ്ങനെ തിരിഞ്ഞു അല്ലേ? ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ മോളിക്കാൻ നിൽക്കുന്നത് 2. ഓക്കെ, മൂന്നാമത്തേലോ? മൂന്നാമത്തേൽ ഇങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെ നിൽക്കുന്നു. മൂന്നാമത്തേത് ഓക്കെ ഇങ്ങനെ നിൽക്കണു. ഇനിയോ? ഇങ്ങനെ നിൽക്കുന്നു. ഇനി എങ്ങനെ അടുത്തേൽ നാലാമത്തേൽ നിൽക്കണം? ഇങ്ങനെ നിൽക്കണത് ഇങ്ങനെ തിരിഞ്ഞു. ഓക്കെ, നാലാമത്തേൽ. ഇനി ഇങ്ങനെ നിൽക്കുന്നത് അപ്പം ഇങ്ങനെ നാലാമത്തേൽ ഇങ്ങനെയാട്ടോ നിൽക്കണത്, ഇങ്ങനെ നിൽക്കണത്. ഇനി അഞ്ചാമത്തേൽ എന്ത് ചെയ്തു? ഇപ്പോഴും ഇങ്ങോട്ടട് തിരിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? അടുത്തേന് ഒന്നും കൂടെ തിരിയുക അല്ലേ? ഒന്നും കൂടെ തിരിഞ്ഞ മോളിക്ക് ഇങ്ങനെ നിൽക്കും. അതായത് ഈ ഒരു ചിത്രത്തിനുള്ളിൽ എന്താ വരേണ്ടത്? ഇങ്ങനെയുള്ള വി ഷേപ്പാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഏതാ കിട്ടുന്ന ആൻസർ? ഡി ആണ് കിട്ടുന്നത് ആൻസർ. ഓക്കെ, ഡി ആണ് കിട്ടുന്നത്. ഇനി അടുത്ത ചിത്രം നോക്ക്. ഇതാണ് പ്രോബ്ലം ഫിഗർ, ഇതാണ് ആൻസർ ഫിഗർ. ഇത് അടുത്തത് ഏതാ വരിക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ 2 എണ്ണം ഉണ്ട് അല്ലേ? അതായത് ഇങ്ങനെ ഈ ഒരു ആരോ മാർക്കും പിന്നെ ഒരു ലൈന് വന്നിട്ടൊരു തലപ്പത്ത് ഒരു 0 ഉള്ളതും രണ്ടും കറങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫിഗർ നോക്കാം. ഫസ്റ്റ് ഫിഗർ ഇങ്ങനെ നോക്കാം കേട്ടോ. നമ്മൾ ജസ്റ്റ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ നോക്കാം. അതിങ്ങനെ ഒരു ഇതിൽ വരച്ചു നോക്കാം നമ്മൾ. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഫിഗറിൽ ആരോ മാർക്ക് ഇങ്ങോട്ടാണ് വരുന്നത് അല്ലേ? ആരോ മാർക്ക് ഇങ്ങോട്ടാണ്. ഏതാ ലൈനും റൗണ്ട് എവിടെയാണ് വരുന്നത്? ഇവിടെയാണ് വരുന്നത്. ലൈനും റൗണ്ട് ഇവിടെയാണ് വരുന്നത്. ഓക്കെ, ഇത് രണ്ടാമത്തെ ഫിഗർ. മൂന്നാമത്തെ ഫിഗർ വന്നപ്പോൾ ഈ ആരോ മാർക്ക് എങ്ങോട്ട് വന്നു? ഇങ്ങോട്ട് വന്നു അല്ലേ? രണ്ടാമത്തെ ഫിഗർ വന്നപ്പോൾ ഇവിടെ നിൽക്കുന്ന ആരോ മാർക്ക് ഇങ്ങോട്ട് വന്നു. കണ്ടോ? ഈ ഫിഗർ നോക്കി, ഇവിടെ ആരോ മാർക്ക് വന്നത് രണ്ടാമത്തെ ഫിഗറിൽ കേട്ടോ. അപ്പോൾ എത്ര അത് സഞ്ചരിച്ചു? ഇവിടെ 45 ഡിഗ്രി, ഇവിടെ 45 ഡിഗ്രി, 90 ഡിഗ്രി അല്ലേ? ആദ്യത്തേൽ 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആരോ മാർക്ക് സഞ്ചരിക്കുന്ന ഫസ്റ്റ് 90 ഡിഗ്രിയാണ്. ക്ലിയർ ആയി. ഇനി നോക്ക്, ഈ ആരോ മാർക്ക് അല്ലേ, ഈ ഒരു ലൈനും 0 ഉള്ള ഈ ഒരു മാർക്ക് എങ്ങനെയാണ്? ആദ്യം ഇവിടെ നിന്നേന്ത്. രണ്ടാമത്തെ ഫിഗർ ആയപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത് അല്ലേ? ഇവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അതും എത്ര സഞ്ചരിച്ചു? 90 അല്ലേ? നോക്ക് എത്ര സഞ്ചരിച്ചു? ഇവിടെ 45, ഇവിടെ 45, 90 സഞ്ചരിച്ചു. ഓക്കെ, അത് ക്ലിയർ ആയി. ഇനി അടുത്ത ഫിഗറിൽ നോക്ക്. ഇവിടെ നിൽക്കുന്ന ആരോ മാർക്ക് എവിടെയാണ് നിന്നത്? ഇവിടെ നിൽക്കുന്ന ആരോ മാർക്ക് ഇവിടെ നിന്നത് അല്ലേ? ഇവിടെ ഉള്ളത് ഇവിടെയാണ് നിന്നത്. അപ്പോൾ എത്രയാണ് സഞ്ചരിച്ചത്? 45 സഞ്ചരിച്ചു. അപ്പോൾ ആദ്യം 90 പിന്നെ 45. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ഫിഗർ ഇവിടെ. ഇനി നോക്ക്, ആദ്യം ഇവിടെ നിന്ന് ഈ ഒരു റൗണ്ട് മൂന്നാമത്തെ ഫിഗർ എത്തിയപ്പോൾ എവിടെ നിൽക്കുന്നത്? ഇവിടെയാണ് നിൽക്കുന്നത് അല്ലേ? എവിടെയാണ്? അപ്പോൾ അത് എത്ര സഞ്ചരിച്ച്? 45. അതായത് അപ്പോൾ ആരോ മാർക്ക് ആദ്യം 90 സഞ്ചരിക്കും, പിന്നെ 45. ഇവിടെ ഈ ആരോ ഈ ഒരു ചിഹ്നം എങ്ങനെയാണ്? ആദ്യം 90 സഞ്ചരിക്കും, പിന്നെ 45. മനസ്സിലായോ? ഈ ആരോ മാർക്ക് ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസിലാണ്. ഈ ഒരു ചിത്രം എന്താണ്? ക്ലോക്ക് വൈസിലാണ് പോണത്. ഓക്കെ, ഇനി നാലാമത്തെ ഫിഗർ നോക്കൂ കേട്ടോ. നാലാമത്തെ ഫിഗർ നോക്ക്. ആരോ മാർക്ക് ഇവിടെ നിന്ന് ആരോ മാർക്ക് എന്ത് ചെയ്തു? ഇവിടെ നിന്ന് ആരോ മാർക്ക് എവിടെ എത്തുന്നുണ്ട്? ഇവിടേക്ക് എത്തുന്നുണ്ട്, ഇവിടേക്ക് എത്തുന്നുണ്ട് അല്ലേ? അതായത് ഇവിടെ നിന്നത് ഇവിടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ എത്രയായി? 90 ഡിഗ്രി പോയി. 90 ഡിഗ്രി. ഓക്കെ, 90 ഡിഗ്രി. അതേപോലെ ഇത് നോക്കൂ കേട്ടോ. ഈ ഒരു ലൈന് നോക്ക്. ഇത് ഇവിടെ നിന്നേന്ത് അല്ലേ? അത് പിന്നെ അടുത്തതിൽ എവിടെ വരുന്നത്? ഇവിടെയാണ് വരുന്നത്. അത് എത്ര പോയി? 90 പോയി. അതും 90. ഓക്കെ, ഇനി അടുത്തതിൽ എന്താ പോവുക? അടുത്തതിൽ 45 പോവും. 45, 90, 45, 90, 45 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര പോയത്? 45 പോയി. ഇനി 90 പോകണം. 90 പോവാന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെയാണ് നിൽക്കുന്നത് അല്ലേ? ഇവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ,
അപ്പോൾ നോക്ക്, ഈ ഒരു ഇതിപ്പോൾ ലാസ്റ്റ് ഫിഗർ ഇവിടെ നിൽക്കുന്നത്, ഇവിടെ ശ്രദ്ധിക്കട്ടെ, ഇതാണ് ലാസ്റ്റ് ഫിഗർ. ഇതെങ്ങനെയാണ് പോണത്? ഈ ഒരു ആരോ മാർക്ക് എങ്ങനെയാണ് പോണത്? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, ഇങ്ങനെ പോണത്, ഇങ്ങോട്ടാണ് തിരിഞ്ഞു പോണത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്ക് 45 ഇനി 90 സഞ്ചരിക്കാം. 90 സഞ്ചരിക്കുക പറഞ്ഞാൽ ഇവിടെയാവും നമ്മളെ ഫൈനൽ ആൻസർ വരിക. ഓക്കെ, ഇങ്ങോട്ടുള്ളത് ഏതൊക്കെയാണ്? ഈ എയും ഡിയും ആണ് അങ്ങോട്ടുള്ളത് അല്ലേ, ഇതും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ബാക്കി നോക്കാം. ഇതിലെവിടെ നിൽക്കുന്നത്? ഈ ആരോ മാർക്ക് ലാസ്റ്റ് ഇവിടെ നിൽക്കുന്നത്, ഇവിടെയാണ് നിൽക്കുന്നത്. ഇതെങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? ഇത് ക്ലോക്ക് വൈസിലാണ് സഞ്ചരിക്കുന്നത് അല്ലേ. ഇത് ഇവിടെ 90 ഡിഗ്രി പറഞ്ഞ ഇങ്ങോട്ടാ, അവിടെയാണുള്ളത്. ഇത് 90 ഡിഗ്രി പറയുമ്പോൾ 45 ഇങ്ങോട്ടാണ് വരിക. ഓക്കെ, അപ്പം ഇങ്ങോട്ട്. അപ്പോൾ ഡി എന്നുള്ള ഫിഗറാണ് എന്ത് വരിക? ആൻസർ ഫിഗർ വരിക. ഓക്കെ, അതേപോലെ തന്നെയാണ് ഈ ഫിഗർ. ഇതിൽ നമ്മളിങ്ങനെ നോക്കുക, നമ്മൾ നോക്കേണ്ടത് ഓരോ ഫിഗറും അടുത്തതിൽ എവിടെ എത്തുന്നു എന്നിങ്ങനെ നോക്കാം. അപ്പം അറിയാലോ, ഇങ്ങനെ അതായത് ഇവിടെ നിൽക്കുന്ന ഒരു പോയിന്റ് അടുത്തതിൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അതെന്താണ്? ക്ലോക്ക് വൈസ് ആണ്. മനസ്സിലായില്ല? ഇങ്ങനെയാണ് ക്ലോക്ക് പോവുക. ഇനി ഇവിടെ നിൽക്കുന്ന ഒരു പോയിന്റ് അടുത്തതിൽ ഇവിടെയാണ് വരുന്നത് വെച്ചാൽ എന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പം നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ആൻസർ ഒന്ന് നോക്കുക കേട്ടോ. അടുത്തത് അഡീഷൻ ഡിലീഷൻ ഓഫ് ഡിസൈൻസ്. അതായത് അടുത്ത ഫിഗർ നമുക്ക് എന്ത് ചെയ്യുക? കുറച്ച് ഡിലീറ്റ് ഒക്കെ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ നോക്കട്ടോ. ഇവിടെ നോക്ക്, പ്രോബ്ലം ഫിഗർ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. 1 2 3 4 5 എണ്ണം ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? കുത്തനെ വെച്ചിട്ടുണ്ട് അല്ലേ. അതായത് ഇങ്ങനെ വെർട്ടിക്കലി വെച്ചിട്ടുണ്ട്. അടുത്ത ഫിഗർ എത്തിയപ്പോൾ സെയിം ഫിഗർ തന്നെയാണ്, പക്ഷെ എന്താണ് ഇതിന്ന് 5 എണ്ണത്തിൽ 1 കുറച്ചു. അതായത് ഇങ്ങനെ കുത്തനെ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അടുത്തത് നമ്മൾ വില എങ്ങനെയാണ് കൊടുക്കേണ്ടത്? അതായത് ഇങ്ങനെ കൊടുക്കേണ്ടത് ഹൊറിസോണ്ടൽ. അതിന് എന്ത് ഇതൊന്ന് കുറയ്ക്കാം. കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുക? 4 എണ്ണം കിട്ടിയില്ലേ? 4 എണ്ണം. ഇതിങ്ങനെ വില എങ്ങനെ നിർത്തിയാൽ പിന്നെയും നമ്മൾ എന്ത് ചെയ്യുക? അതേ 4 എണ്ണാക്കി കുത്തനെ നിർത്തി. ഓക്കെ, 4 എണ്ണാക്കി കുത്തനെ നിർത്തിയതിന് ശേഷം പിന്നെ അത് വില എങ്ങനെ ആക്കുമ്പോൾ ഒന്ന് കുറയ്ക്കണം. ഇവിടെ നോക്ക്, ഇവിടെ 4 എണ്ണം ഉണ്ട്. 4 എണ്ണത്തിന് നമ്മൾ ഇങ്ങനെ നേരെ കൊടുക്കുമ്പോൾ 3 എണ്ണം ആക്കി. ഈ 3 എണ്ണത്തിൽ നമ്മൾ വീണ്ടും കുത്തനെ നിർത്തി. കുത്തനയിൽ നിന്ന് നേരത്തിലാക്കുമ്പോൾ എന്ത് ചെയ്യണം? ഒന്ന് കുറയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? വില എങ്ങനെ ആക്കുമ്പോൾ 2 എണ്ണം അങ്ങനെ നിൽക്കുന്ന വരും. 2 എണ്ണം. ഈ ആണ് ഫിഗർ. ഓക്കെ, ഈ ആണ് ഫിഗർ. ഇനി അടുത്ത ക്വസ്റ്റ്യന് അതേപോലെ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ഞാനത് ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് നോക്കട്ടോ. ഫസ്റ്റ് ഇത്തരം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ലൈന് വരച്ചു. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കട്ടോ. ഫസ്റ്റ് ഫിഗർ നോക്കുക. ഫസ്റ്റ് ഫിഗർ എങ്ങനെയാണ് വന്നിട്ടുള്ളത്? എൽ ഷേപ്പാണ് അല്ലേ. ഫസ്റ്റ് ഫിഗർ എൽ ഷേപ്പാണ് വന്നിട്ടുള്ളത്. അതായത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഫസ്റ്റ് ഫിഗർ നിൽക്കുന്ന ഭാഗം കേട്ടോ, ഇത്. ഓക്കെ, ഫസ്റ്റ് ഫിഗർ. ഇനി എന്ത് ചെയ്യാണ്? ആ ഫിഗർ അടുത്തതിലെത്തുമ്പോൾ ഒന്ന് 45 ഡിഗ്രി നോക്കുക. അടുത്ത ഫിഗർ എങ്ങനെയാണ് വരണത്? ചെരിഞ്ഞിട്ടാണ് വരണത് അല്ലേ. ചെരിഞ്ഞിട്ടാണ്. അതായത് ഈ നിൽക്കുന്ന ഫിഗർ ഒന്നും ഇങ്ങോട്ട് ചെരിഞ്ഞു. അതായത് ഇങ്ങനെ 2 എണ്ണം 45 ഡിഗ്രി ചെരിഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ഫിഗർ നിൽക്കുന്ന ഇവിടെയാണ്. രണ്ടാമത്തെ ഫിഗർ നിൽക്കുന്ന ഇവിടെയാണ്. പക്ഷെ എന്താ മാറ്റുള്ളത്? ഇവിടെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ജസ്റ്റ് കൊടുത്തു. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അടുത്തത് ഒന്നും കൂടെ അങ്ങോട്ട് തിരിഞ്ഞു. ഇങ്ങോട്ട് തിരിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ഇങ്ങോട്ട് തിരികുകയും ചെയ്തു. ഇപ്പം ഇങ്ങനെയാണ് കിടക്കുന്നത്. സോറി, ഇങ്ങനെയാണ് കിടക്കുന്നത് അല്ലേ. ഇങ്ങനെ കിടന്നിട്ട് എന്താ ചെയ്തത്? ഇവിടെ ഈ ഒരു ലൈൻ ഉണ്ട്, ഇവിടെ ഇങ്ങനെ ലൈൻ ഉണ്ട്. അടുത്ത് എത്തുമ്പോൾ എന്ത് ചെയ്യും? ഇത് എന്ത് ചെയ്യുക? പിന്നെ 45 കറങ്ങുമ്പോൾ ഓരോ ലൈൻ ആഡ് ചെയ്ത് പോവുക ചെയ്യുക. അപ്പോൾ അടുത്ത ഫിഗർ എത്തുമ്പോൾ എന്ത് 45 കറങ്ങുമ്പോൾ ഈ എ എന്നുള്ള ഫിഗറാണ് ആൻസർ കിട്ടുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യന്. ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ നോക്കട്ടോ. ഇവിടെ എത്ര സൈഡ് ഉണ്ട്? ഇതിന് 8 സൈഡ് ഉണ്ട്. ഫസ്റ്റത്തെ ഫിഗറിൽ എത്ര സൈഡ് ഉണ്ട്? 8 സൈഡ് ഉണ്ട്. ഓക്കെ, 8 സൈഡ് ഉണ്ട്. മുകളിൽ എത്ര ആളുണ്ട്? ഒരാളുണ്ട്. ഓക്കെ, 8 സൈഡ് ഉണ്ട്. മുകളിൽ എത്ര ആളുണ്ട്? മുകളിൽ ഒരൊറ്റ ലൈൻ ഉണ്ട്. 8 സൈഡ് ഒരു ലൈനും. അടുത്തതിൽ ഈ ഒരു ഫിഗറിന് എത്ര ഉണ്ട്? 7 സൈഡുള്ളൂ. ചുറ്റോറം എത്ര ലൈനായി? 2 ലൈന്. ഇതിനോ 6 സൈഡ് ചുറ്റോറം 3 ലൈന്. അടുത്തതോ 5 സൈഡ് ചുറ്റോറം 4 ലൈന്. അടുത്തതിന് 4 സൈഡ് ചുറ്റോറം 5 സൈഡ്. ഓക്കെ, ഇനി അടുത്ത ഫിഗറിനുള്ളിൽ എത്ര സൈഡ് ഉണ്ടാവും? 3 സൈഡ് 6 സൈഡ്. ഓക്കെ, 3 സൈഡ് പറഞ്ഞാൽ ത്രികോണായിരിക്കും. ത്രികോണം തന്നെയാണ് അല്ലേ. ഇത് 4 എണ്ണം ത്രികോണാണ്. ഈ ത്രികോണം എടുത്തു.
ഇനി 6 എന്നുള്ളത് നോക്ക്. 1 2 3 4 5 6 6 സൈഡുള്ളത് ഈ ഫിഗറാണ്, ഡി എന്നുള്ള ഫിഗറാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ ആയിട്ട് ഇത് ആൾട്ടർനേറ്റീവായിട്ട് ലൈൻസ് ആഡ് ചെയ്യുന്നതാണ് ഈ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് നോക്കിയത് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്തതാണ് റീപ്ലേസ്മെൻറ്റ് ആൻഡ് റീഅറേഞ്ച്മെൻറ്റ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിൽ നോക്കട്ടോ, ഈ ക്വസ്റ്റ്യനിൽ നോക്ക്. ഈ ഒരു രണ്ടാമത്തെ ഫിഗർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ചതുരം മുകളിലേക്ക് കൊണ്ടുപോവുക. ഓക്കെ, ചതുരത്തിന് എന്ത് ചെയ്തു? മുകളിലേക്ക് കൊണ്ടുപോയി. ഇവിടെ നിൽക്കുന്ന ടീനെ ഓപ്പോസിറ്റ് ആക്കി. ടീ എന്ത് ചെയ്തു? ഇങ്ങോട്ട് ഇട്ടു അല്ലേ? ടീനെ ഇങ്ങോട്ട് ഇട്ടു. അതായത് എന്ത് ചെയ്തു? ഇതിനങ്ങോട്ട് മുകളിലേക്ക് കൊണ്ടുപോയി. ഈ ചതുരത്തിന് ത്രികോണത്തിന് അങ്ങോട്ട് കൊണ്ടുപോയി. ത്രികോണത്തിന് അവിടെ നിന്ന് ഒഴിവാക്കി. ഓക്കെ, എന്ത് ചെയ്തു? ടീനെ ഓപ്പോസിറ്റ് കിട്ടും. ടീൻ എന്ത് ചെയ്തു? ഓപ്പോസിറ്റ് കിട്ടും. ഇനി നോക്ക്, ഈ ത്രികോണത്തിന് ഒഴിവാക്കിയില്ല, അതിന് പകരം എന്ത് ചെയ്തു? പുതിയൊരു സൈനായിട്ടുള്ള സമം ഇവിടെ കൊണ്ടുവന്നു, സമം കൊണ്ടുവന്നു. ഓക്കെ, ക്ലിയർ ആയോ? അതേപോലെ നിങ്ങൾ ഈ ലാസ്റ്റത്തെ ഫിഗർ നോക്കുക. ഈ എസ്സിനെ അങ്ങോട്ട് കൊണ്ടുപോവുക. എസ്സിനെ അങ്ങോട്ട് കൊണ്ടുപോയി. എസ്സിനെ അങ്ങോട്ട് പീനെ അങ്ങോട്ട് കൊണ്ടു. അപ്പോൾ എസ്സിനെ അങ്ങോട്ട് കൊണ്ടുപോയി പീനെ അങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ, ഇനി താഴെ നോക്ക്. അടുത്ത ഈ സീറോയ്ക്ക് പകരം ഇവിടെ നോക്ക്, ത്രികോണത്തിന് പകരം ഈക്വൽ സൈനാണ് വന്നത്, ഒരു പുതിയ സൈനാണ് വന്നത്. നോക്ക്, ഇവിടെ ത്രികോണത്തിന് പകരം, അതായത് മുകളിൽ സീറോയ്ക്ക് പകരം വന്നത് ആരാണ്? ഇവിടെ സീറോ ആണ്, പറ്റൂല. ഇവിടെ ആരാ? ത്രികോണം വന്നു. ത്രികോണം പുതിയതല്ല, ഇതിൽ ഓൾറെഡി ത്രികോണത്തിൻ്റെ ചിഹ്നം ഉണ്ട്, അപ്പോൾ ഇത് ചേർക്കാൻ പറ്റൂല. പിന്നെ നോക്ക്, സ്റ്റാർ വന്നു. അപ്പോൾ സി അല്ലേ ഓപ്ഷന്? സി ആണ് ഓപ്ഷൻ വരിക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ചിത്രം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക അറിയോ? ഇതിനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ആദ്യം ഇവിടെയാണല്ലേ ഇൻറ്റു തന്നിരുന്നത്, അത് എവിടെയാണ്? ഇൻറ്റു. അടുത്ത ഫിഗർ എത്തുമ്പോൾ ഓക്കെ, അടുത്ത ചിത്രം എത്തുമ്പോൾ നോക്ക്, ഈ ഇൻറ്റു എവിടെ എത്തി? ഇവിടെ എത്തി. അതായത് ഇൻറ്റു എത്ര സഞ്ചരിച്ചു? 135 ഡിഗ്രി പോന്നു അല്ലേ? 135. ഞാൻ വലിയ ഫിഗർ ആക്കി വരയ്ക്കാം, അതാവും ക്ലിയർ ആവാം. നോക്ക്, ഇവിടെ നിൽക്കുന്ന ഇൻറ്റു രണ്ടാമത്തെ ചിത്രമായപ്പോൾ ഇവിടെ എത്തി, ഇവിടെ എത്തി അല്ലേ? ഇവിടെ എത്തി. രണ്ടാമത്തെ ചിത്രമായപ്പോൾ ഇവിടെ എത്തി. അതപ്പോൾ എത്ര പോന്നു? 45. 45 എത്രയാണ്? 90. 45 135 ഡിഗ്രി പോകുന്നു. അപ്പോൾ ഇൻറ്റു ഏത് സൈസിലാണ് പോണത്? ആൻറ്റി ക്ലോക്കിലാണ് പോണത്. ആദ്യം 135 പോയി. ഓക്കെ, 135 പോയി. ഇനി നോക്ക്, അതിൻ്റെ അടുത്ത് തന്നെ എന്ത് ചെയ്യുക? തൊട്ടടുത്ത് വേറൊരു പുതിയ ചിഹ്നം ആഡ് ചെയ്തു, സമം ആഡ് ചെയ്തു. എക്സ് 135 പോയി. പിന്നെ തൊട്ടടുത്ത് ആൻറ്റി ക്ലോക്കിൽ നിന്ന് തൊട്ടടുത്ത് ന്യൂ സിമ്പിൾ ആഡ് ചെയ്തു, പുതിയൊരു ചിഹ്നം ആഡ് ചെയ്തു. ഓക്കെ, ക്ലിയർ ആയി. ഇനി ഇവിടെ നോക്കി, ഇവിടെയാണ് ആദ്യം സീറോ വന്നിരുന്നത് അല്ലേ? സീറോ എത്ര മൂവ് ചെയ്തു? ക്ലോക്ക് വേസിൽ. സീറോ മൂവ് ചെയ്യുന്ന എന്താണ്? ക്ലോക്ക് വേസിലാണ്. എത്ര? ഈ 90 ഡിഗ്രി മൂവ് ചെയ്തു. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ചിത്രം നോക്കാം. അടുത്തത് എത്ര മൂവ് ചെയ്തു? ആദ്യം 2.5 മൂവ് ചെയ്യും, പിന്നെ 3, പിന്നെ 4, അങ്ങനെ ഓരോ സിമ്പിളും മൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഏതാണ്? സി ആണ് കിട്ടുന്ന ആൻസർ. ഓക്കെ, അതേപോലെ തന്നെ കേട്ടോ ഈ ക്വസ്റ്റ്യനും വരിക. അടുത്ത ടൈപ്പ് 1 ആട്ടോ. ഇതിൽ ഫസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻ ആണ്, ഇവിടെ തൊട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോക്കി, ഫസ്റ്റ് ഫിഗർ നോക്ക് കേട്ടോ. അടുത്ത ഫിഗർ ഏതാ വരാൻ ചോദിക്കുന്നത്? ഇവിടെ നോക്ക്, ഇതാണ്, ഇങ്ങനെയാണല്ലേ ഫിഗർ? ഇങ്ങനെയാണ് ഫിഗർ വരുന്നത്. ഓക്കെ, ഇങ്ങനെ ഫിഗർ ഇവിടെയാണ് എന്ത് കൊടുത്തിട്ടുള്ളത്? ഷെയ്ഡ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കട്ടോ. ഇതിൻ്റെ അടുത്ത ഫിഗർ വരുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഏതാ? ഇതാണ് ഓപ്പോസിറ്റ് അല്ലേ? ഇതിൻ്റെ ഓപ്പോസിറ്റിൻ്റെ തൊട്ടിപ്പുറത്തല്ലേ ഡാർക്ക് കളർ വരുന്നത്? അതായത് ആദ്യം അടുത്ത ഫിഗർ വരണം ഇങ്ങനെയാണ്. ഈ ഡാർക്ക് കളറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ തൊട്ടിപ്പുറത്ത്, അതായത് ക്ലോക്ക് വേസിൽ ഇവിടെയാണ് വരുന്നത്. ഇവിടെ നോക്ക്, ഇവിടെയാണ് ഡാർക്ക് വരുന്നത്, അല്ല ഇവിടെ ഡാർക്ക് വരുന്നത്. ഇനി അടുത്ത ഫിഗർ നോക്ക് കേട്ടോ. അടുത്ത ഫിഗർ നോക്ക്, ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടെ. ഓക്കെ, ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടെ. ഇതിൻ്റെ തൊട്ടടുത്ത് ഇവിടെയാണ് അടുത്തതിൻ്റെ ഡാർക്ക് വരുന്നത്, ആണ് കറക്റ്റ്. ഓക്കെ, ഇനി നോക്ക്, ഈ ഡാർക്കിൻ്റെ ഓപ്പോസിറ്റാണ് ഇത്. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇവിടെയാണ് ഇതിൽ ഡാർക്ക് വരുന്നത്, കറക്റ്റ് അല്ലേ? ഓക്കെ, ഇനി ഇവിടെ നോക്ക് കേട്ടോ, ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇത്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇത്. ഇതിൻ്റെ തൊട്ടിപ്പുറത്താണ് ഈ ഡാർക്ക് വരുന്നത്. ഓക്കെ, കറക്റ്റ് അല്ലേ? ഇനി ഇവിടെ ശ്രദ്ധിക്കട്ടോ, ഇത് ഡാർക്ക്, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇത്. ഇതിൻ്റെ നേരിപ്പുറത്ത് ഇവിടെ ഈ ഡാർക്കിൽ ഇവിടെയാവും എന്ത് വരിക? അടുത്തതിൻ്റെ ഡാർക്ക് വരിക. അപ്പോൾ താഴത്തേക്ക് വരുന്നത് ഏതാ? ഇത് സി ആണ് ഓപ്ഷൻ വരിക. ഓക്കെ, സി ആണ് ഓപ്ഷൻ വരിക. ഇനി അടുത്തത് കേട്ടോ, അടുത്ത പ്രോബ്ലം ഫിഗറും ആൻസർ ഫിഗറും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടോ.
ഇവിടെ നോക്ക്, ആദ്യം താഴത്തെ എന്താ വന്നത്, ഇങ്ങനെ ഒരു ഫിഗർ, അതായത് ഇങ്ങനെയുള്ളൊരു ഫിഗറാണ് വന്നത് അല്ലേ ഫസ്റ്റത്തേൽ. രണ്ടാമത്തേൽ വന്നപ്പോൾ എന്തായി, അത് നേരെ തിരിച്ചായി. ഓക്കെ, തിരിച്ചായി. അതേപോലെ ഇവിടെ നോക്കുക, നമ്മൾ അതേമാതിരി നോക്കാം. അതേപോലെ ഇനി അടുത്ത പുതിയ ഫിഗർ വരിക, ഇങ്ങനെയുള്ളത് തല തിരിച്ചാൽ മതി. ഇപ്പോൾ ചതുരം തല തിരിച്ചു വരുമ്പോൾ അതേപോലെ തന്നെയാവും. ഓക്കെ, ഇനി അടുത്തത് വേറെ ഫിഗറാണ് വരണത്, വേറെ ഫിഗറാണ് വരണം. അപ്പോൾ അടുത്തതിൽ വരുമ്പോൾ ഈ ഫിഗർ തന്നെയാവും വരിക. അപ്പോൾ ഇങ്ങനത്തെ ഫിഗറുള്ള ഓപ്ഷൻ ഏതൊക്കെ ഉണ്ട്, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്ത് ആൻസർ കിട്ടി. അങ്ങനെ നോക്കിയാലും മതി കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യന്. ഇനി ഈ ഫിഗറും അതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെ വരയ്ക്കുക. ഇതേപോലെ വരച്ചിട്ട് നിങ്ങൾ ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, എന്താണ്, ക്ലോക്ക് വൈസ് ആണ്. ഇങ്ങനെയാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് ആണ്. പിന്നെ നോക്കണം, ഇത്ര പോകുന്ന 45, ഇത്ര പോകുന്ന 90, 135, 225 അങ്ങനെ വെച്ച് നമ്മൾ നോക്കുക കേട്ടോ. ഓക്കെ, 135, 180 എന്ന് പറഞ്ഞ് നോക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേട്ടോ. ഇവിടെ എത്ര എണ്ണം ഉണ്ട്, 1 ഒറ്റ ലൈന്. ഇവിടെയോ, ഇവിടെ പിന്നെ ഒന്നും കൂടെ ആഡ് ചെയ്തു. ഓക്കെ, ഒറ്റ ലൈൻ ആഡ് ചെയ്തു. അടുത്തത് നോക്ക്, ഇവിടെ ഓൾറെഡി ഒരു 1 ഉണ്ട്. പിന്നെ എത്ര ലൈൻ ആഡ് ചെയ്തു, 1, 2 എണ്ണം ആഡ് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ നോക്ക്, ഓൾറെഡി ഇത്ര ലൈൻ ഉണ്ടല്ലേ മറ്റേല്. പിന്നെ എത്ര എണ്ണം ആഡ് ചെയ്തു, 1, 2, 3 എണ്ണം ആഡ് ചെയ്തു. ഓക്കെ, 3 എണ്ണം ആഡ് ചെയ്തു. ഇവിടെ ഇനി എത്ര എണ്ണം ആഡ് ചെയ്തു, 1, 2, 3, 4 എണ്ണം ആഡ് ചെയ്തു. അടുത്തതിൽ എത്ര എണ്ണം ആഡ് ചെയ്യേണ്ടി വരും, 5 എണ്ണം ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൻ്റെ കൂടെ 5 എണ്ണം കൂടെ ആഡ് ചെയ്യാം. 5 എണ്ണം കൂടെ ആഡ് ചെയ്യുക പറഞ്ഞാൽ 1, 2, 3, 4, 5. ഓക്കെ, ഏതാ വരിക, ഇതല്ലേ വരിക, ഓപ്ഷൻ ബി ആണ് വരിക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ കേട്ടോ. ഇവിടെ ഒറ്റ ലൈനാണ് അല്ലേ. പിന്നെ അടുത്ത ലൈൻ ഇതിനിങ്ങനെ വെർട്ടിക്കലായിട്ട് ആഡ് ചെയ്തു. ഓക്കെ, അടുത്തതിൽ എന്ത് ചെയ്തു, ഇങ്ങനെ കുത്തനൊന്ന് ആഡ് ചെയ്തു. അപ്പോൾ അടുത്തതിൽ എന്ത് ചെയ്യണം, ഒന്ന് വെർട്ടിക്കൽ ഇങ്ങനെ ആഡ് ചെയ്യണം. ഇനി അടുത്തതിൽ എന്ത് ചെയ്യണം, കുത്തൻ ആഡ് ചെയ്യണം. അതേതാ ഫിഗർ, സി ആണ് ഫിഗർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യന് പ്രോബ്ലം ഫിഗർ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ കേട്ടോ. ഈ റൗണ്ട് എന്ന് പറയുന്നത് ഏറ്റവും മുകളിലാണ്. ഓക്കെ, രണ്ടാമത്തെ ഫിഗർ എത്തിയപ്പോൾ എന്ത് ചെയ്തു, മുകളിലത്തെ നടുക്കിക്ക് വന്നു. പക്ഷെ എന്ത് ചെയ്യേണ്ട, അടിഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട്. അടിഭാഗം എന്ത് ഡാർക്ക് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ഫിഗർ എത്തിയപ്പോൾ ഫുള്ളും അടിക്ക് വന്നു, ഫുള്ളും ഡാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഫിഗർ വെച്ചിട്ട് നോക്കണ്ടേ, മുകൾ എന്താണ് കറക്റ്റ് നിൽക്കുകയാണെങ്കിൽ ഇതേപോലെ മുകളിൽ നിൽക്കണം. അടുത്തേൽ വരുമ്പോൾ എന്താവും, നടുക്കിക്ക് വരേണ്ടി വരും. എന്ത് ചെയ്യേണ്ടി വരും, അടിഭാഗം ഡാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഏതാ വരും, ഓപ്ഷൻ ഇ വരും. ഓക്കെ, ഇനി ടൈപ്പ് 2, ചൂസിങ് ദ മിസ്സിംഗ് ഫിഗർ ഇൻ ദ സീരീസ്. ഓക്കെ, ഏതെങ്കിലും ഒന്ന് മിസ്സായിട്ടുണ്ടാവും, അത് കണ്ടുപിടിക്കാൻ. ഒന്ന് വെറുതെ ചെയ്ത പോലെ തന്നെയാണ്. നോക്കട്ടോ, ഇവിടെ ആദ്യം ഒറ്റ ലൈനേ ഉള്ളൂ, ഒറ്റ ലൈന്. പിന്നെ എത്ര എണ്ണം ആഡ് ചെയ്തു, 1, 2, 3 എണ്ണം ആഡ് ചെയ്തു. ഓക്കെ, 3 എണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. 1, 2, 3, 4 എണ്ണം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഇങ്ങനെ ഒരു ലൈൻ ആയിരുന്നില്ലേ, ആദ്യം ഇങ്ങനെയുള്ളൊരു ലൈന്, പിന്നെ ഇങ്ങനെ ആഡ് ചെയ്തു, ഇങ്ങനെ ആഡ് ചെയ്തു, ഇങ്ങനെ ആഡ് ചെയ്തു, ഇങ്ങനെ. അപ്പോൾ എത്ര എണ്ണം ആഡ് ചെയ്തു, 1, 2, 3, 4 എണ്ണം ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 4 എണ്ണം ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഫിഗർ എത്രയും നമുക്കറിയില്ല. ഇത് നോക്കാം കേട്ടോ, ഈ ഫിഗർ നോക്കാം. ഇതിൽ എത്ര എണ്ണം ഉണ്ട്, 1, നോക്കട്ടോ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 എണ്ണം ഉണ്ട്. ഓക്കെ, ഇതിൽ 13 എണ്ണം ഉണ്ട് കേട്ടോ. ഇനി ഇവിടെ എത്ര എണ്ണം ഉണ്ട് നോക്കാം, 1, 2, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17. ഓക്കെ, 17 ഉണ്ട്. അപ്പോൾ എത്ര എണ്ണം ആഡ് ചെയ്യുന്നത്, ഇവിടെ 13 ഉണ്ടായിരുന്നു, ഇവിടെ 17. അപ്പോൾ 4 എണ്ണമാണ് ആഡ് ചെയ്യുന്നത്. ഇവിടെയും 4 എണ്ണമാണ് ആഡ് ചെയ്തല്ലേ. അപ്പോൾ ഇവിടെ എത്ര എണ്ണം ആഡ് ചെയ്യണം, ഇനി 4 എണ്ണം കൂടെ ആഡ് ചെയ്യണം. 1, 2, 3, 4. അപ്പം ഇങ്ങനത്തെ ഒരു ഫിഗർ ആവും വരിക. അതേതാ വരണത്, എ ആണ് വരിക. ഓക്കെ, എ ആണ് വരിക. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്തത്, ഇതെല്ലാം നമ്മൾ ലോജിക്ക് വെച്ച് ചെയ്യാനുള്ളതാണ്, വലിയ ഇതൊന്നുമില്ല. ഓക്കെ, അടുത്തതിൽ ഇവിടെ നോക്കട്ടെ, ഈ ക്വസ്റ്റ്യൻ നോക്ക്. ആദ്യം ഇവിടെ എന്തുണ്ട്, 2 ഇതിലുണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്തു, നമ്മൾ ഇപ്പുറത്ത് അത് ഈ പൂവിനെ നമ്മൾ, അതായത് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നതിന് നമ്മൾ എന്തോ ഒന്നും ഇങ്ങോട്ട് തിരിച്ചു. അതായത് ഇപ്പോൾ നോക്ക്, ഇത് ഇങ്ങനെയാണ് നിൽക്കുന്നത്, ഇതിനൊന്നും ഇങ്ങോട്ട് തിരിച്ച് വളവ് ഇങ്ങനെ ആക്കിയിട്ട് എത്തിയത്. അപ്പോൾ 45 ഡിഗ്രി തിരിച്ചു, ഇപ്പുറത്തൊന്ന് ആഡ് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യേണ്ടി വരും, ഇത് അതേപോലെ ഇനി ഇതിനെ നോക്കട്ടോ. ഇതിനെ എന്ത് ചെയ്തു, 45 ഡിഗ്രി ഇതിന് 90 ഡിഗ്രി കറക്കുന്നുണ്ട്. ഓക്കെ, 90 ഡിഗ്രി കറക്കുന്നു, അപ്പുറത്തൊന്ന് ആഡ് ചെയ്തിരുന്നു.
ഇങ്ങനെ നിൽക്കുന്നത് ഈ ഫിഗർ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ? ഇത് വെച്ച് വരയ്ക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഫിഗർ വരയ്ക്കുമ്പോൾ നിങ്ങൾ ഇതേപോലെ വരച്ച് നോക്കുക, ഓരോന്നും എന്താണെന്നുള്ളത്, എത്ര കറങ്ങുന്നു എന്നുള്ളത്. ഓക്കെ, ഇനി നോക്കട്ടോ, ഇന്ന് സിമ്പിളായിട്ട് നമുക്ക് നോക്കാൻ പറ്റും. രണ്ടാമത്തെ ഫിഗറിൽ എന്തുണ്ട്? ഇങ്ങനൊരു കുനിപ്പുണ്ട്, ഒരു മൊന പോലെ ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ഓക്കെ, ഇതിലുണ്ട്. ഇനി എന്ത് ഉണ്ടാവില്ല? ഇവിടെ അത് ഉണ്ടാവില്ല. ഇവിടെ അതുണ്ട്, ഇവിടെ അതില്ല അല്ലേ? അപ്പോൾ ഇവിടെ ഇവിടെ ആരും ഇങ്ങനെ കുനിപ്പില്ലാത്തൊരു ഫിഗറാണ്. അപ്പോൾ നോക്ക്, ഇതിൽ കുനിപ്പുണ്ട്, ഇതിലും കുനിപ്പുണ്ട്. അപ്പോൾ ഏതാ ഫിഗർ വരിക? ഈ ആണ് ആൻസർ വരിക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടോ. ഇതാണ് പ്രോബ്ലം ഫിഗർ. അപ്പോൾ നോക്ക്, നമ്മൾ ശ്രദ്ധിക്കുക, ഈ ഒരു ഫിഗർ ഇങ്ങനെ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു ഫിഗറിന് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചു അല്ലേ? ഇങ്ങനെ നിൽക്കുന്നതിനെ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചു. അപ്പോൾ ഇനി ഇതിനിങ്ങനെയാവും ഞാൻ എന്ത് ചെയ്യണം? നേരെ അത് ഇങ്ങോട്ടൊരു തിരിച്ചു വെച്ചു. ഓക്കെ, ഇനി ഈ ഫിഗറിനെ ഞാൻ എന്ത് ചെയ്യണം? ഒന്നും കൂടെ തിരിച്ചു വെക്കണം. ഒന്നും കൂടെ അങ്ങനെ അങ്ങോട്ട് തിരിക്കുക. അപ്പോൾ ഏതാ കിട്ടുക? ഡി ആണ് കിട്ടുക. ഒന്നും കൂടെ അങ്ങനെ തിരിക്കുമ്പോൾ എന്ത് കിട്ടും? ഡി കിട്ടും. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ എക്സാമിന് നിങ്ങൾ ചെറിയൊരു എന്താ പറയുക, ഇങ്ങനെ ഒരു ചെറിയ ഫിഗർ വെച്ച് നോക്കുക. എന്നിട്ട് അതിനെങ്ങനെ തിരിച്ചു നോക്കുക, ഓരോന്നും എങ്ങനെയാണ് അനുസരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ഫിഗർ കിട്ടും കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ നമ്മളിങ്ങനെ നോക്കുക കേട്ടോ. അതായത് ഇതിനൊക്കെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ, ഇവിടെ നോക്കുക, ഇവിടെ രണ്ടെണ്ണം അങ്ങനെ ഒരുമിച്ച് താഴ്ത്തിക്കാണ്, ഇവിടെ രണ്ടെണ്ണം ഒരുമിച്ച് പൊന്തിച്ചിട്ടാണ് അല്ലേ? ഇനി ഇവിടെ എന്ത് ചെയ്യും? മോട്ടെ താഴ്ത്തിക്കാണ് വരേണ്ടത്. ഓക്കെ, താഴ്ത്തിക്ക് വരേണ്ടത് ഏതൊക്കെയാണ്? താഴ്ത്തിക്ക് വരുന്ന കേസ് ഡിയും ഇയും ആണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും നമ്മൾ നോക്കിയാൽ മതി. ഇനി ഇവിടെ ശ്രദ്ധിക്ക്, മുകളിൽ നോക്ക്, അവിടെ നോക്ക്, ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടാണ് നോക്കിക്കണ്ടില്ല, ഒരാൾ ഇങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും. ഓക്കെ, അപ്പം ഇനി ഇവിടെ എന്താവണം? ഇങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടാണ് നോക്കിക്കണ്ട. അപ്പോൾ ഇതിൽ ഇങ്ങോട്ട് നോക്കുന്ന ആരാണ്? ഡി ആണ്. ഇതാണ് ഓപ്ഷൻ വരിക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടോ. അപ്പോൾ ഇത് ഇവിടെയല്ലേ നിൽക്കുന്നത്? ഇനി ഇവിടെ എത്തണമെങ്കിൽ എങ്ങനെ പോകണം? 1 2 3. അതായത് ഈ ഡാർക്ക് കുത്ത് എന്ന് പറയുന്നത്, ഡാർക്ക് കുത്ത് 3 കോളം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ കോളത്തേക്കാണ് പോണത്. ഡാർക്ക് കുത്ത് മൂന്നാമത്തെ കോളത്തേക്കാണ് പോണത്. ഓക്കെ, ഇനി വൈറ്റോ, അതായത് ഡാർക്ക് അല്ലാത്തതോ? ഡാർക്ക് ഇവിടെ നിന്നത്, ഇനി ഇവിടെ 2 കുത്ത്. അപ്പോൾ അതായത് എന്താണ്? രണ്ടാളും ക്ലോക്ക് വൈസ് തന്നെയാണ് കറങ്ങണത്. പക്ഷെ എന്താണ്? പിന്നെ അതായത് ഈ ഡാർക്ക് കളർ 3 സ്റ്റെപ്പ് പോകുന്നുണ്ട്, വൈറ്റ് എന്തുണ്ട്? 2 പോകണുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഡാർക്ക് 3 എണ്ണം പോകണല്ലേ? 1 2 3. അപ്പോൾ ഡാർക്ക് ഇവിടെ വരണം ഓപ്ഷൻസിൽ. ഇതെല്ലാം അത് ഇവിടെ വരണം, ഇത് രണ്ടും ഇവിടെ വരണം. അപ്പോൾ എയോ ബിയോ ആണ് ആൻസർ. വൈറ്റ് എന്താണ്? നമ്മൾ 2 എണ്ണം പോകണം. വൈറ്റ് 1 2. വൈറ്റ് എവിടെ വരണം? ഇവിടെ വരണം. ഓക്കെ, അപ്പോൾ എ ആണ് ഓപ്ഷന്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? ഇത് ഞാനിതിൻ്റെ PDF കൂടെ നിങ്ങൾക്ക് അയക്കാം. ഇങ്ങനെ മീൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ജസ്റ്റ് നിങ്ങൾ ഫിഗർ കണ്ടാൽ തന്നെ ഏകദേശം ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ക്ലാസിഫിക്കേഷനുള്ള മൊഡ്യൂളിലുള്ള പോർഷൻസ് കേട്ടോ. കംപ്ലീഷൻ ഓഫ് സീരീസിലുള്ള പോർഷൻസ് ആണ് ഇത്രയുള്ളത്.